കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി? നെയ്യാർ, കരമനയാർ, പെരിയാർ, ചാലിയാർ. ആൻസർ ഓപ്ഷൻ എ നെയ്യാർ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര? ഓപ്ഷൻസ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, ട്രാൻസ് ഹിമാലയൻ. ആൻസർ ഓപ്ഷൻ എ ഹിമാദ്രി. ഹിമാലയത്തെ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കുന്നുണ്ട്. കൊടുമുടികൾ കാണപ്പെടുന്നത് ഹിമാദ്രിയിലും സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത് ഹിമാചലിലും ഡൂൺസ് താഴ്വരകൾ കാണുന്നത് സിവാലിക്കിലുമാണ്. ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമമേത്? ആൻസർ ഓപ്ഷൻ ഡി അടിമ, ഗിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ചത് തുഗ്ലക് വംശവും ഏറ്റവും കുറവ് കാലം ഡൽഹി ഭരിച്ചത് ഗിൽജി വംശവും. അടിമവംശം ഭരിച്ചത് 1206 to 1290, ഗിൽജി വംശം 1290 to 1320, തുഗ്ലക് വംശം 1320 to 1414, സയ്യിദ് വംശം 1414 to 1451, ലോധി വംശം 1451 to 1526. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സംഗമ, സാലുവ, തുളുവ, അരവിഡു. ആൻസർ ഓപ്ഷൻ സി തുളുവ. സംഗമ, സാലുവ, തുളുവ, അരവിഡു എന്നീ 4 വംശങ്ങൾ വിജയനഗര സാമ്രാജ്യത്തിൽ ഭരണം നടത്തിയിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്രഭരണം അറിയപ്പെട്ടത് നായങ്കര സമ്പ്രദായമെന്നും വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം അറിയപ്പെട്ടത് അയഗാർ സമ്പ്രദായം എന്നാണ്. കബനി ഏതു നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻസ് കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ആൻസർ ഓപ്ഷൻ ബി കാവേരി. കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരിയുടെ പോഷക നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കബനി ഒഴുകുന്നത് വയനാട്ടിലൂടെ, ഭവാനി പാലക്കാട്, പാമ്പാർ ഇടുക്കി. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഓപ്ഷൻസ് ഒറീസ, മണിപ്പൂർ, പഞ്ചാബ്, അസം. ആൻസർ ഓപ്ഷൻ ഡി അസം. ടി ആകൃതിയിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. അതുപോലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആസാം. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് ആസാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസാം. കാമരൂപ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആസാം. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസ് വയനാട്, കോഴിക്കോട്, ഇടുക്കി, പാലക്കാട്. ആൻസർ ഓപ്ഷൻ ഡി പാലക്കാട്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. പുരാണങ്ങളിൽ സൈലന്ത്രി വനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലി. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആര്? ഓപ്ഷൻസ് KN പണിക്കർ, KM പണിക്കർ, CV രാമൻ പിള്ള, അപ്പൻ തമ്പുരാൻ. ആൻസർ ഓപ്ഷൻ ബി KM പണിക്കർ. സർദാർ കാവാലം മാധവ പണിക്കർ എന്നാണ് പൂർണ്ണനാമം. 1925 ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു KM പണിക്കർ. മൈസൂർ സർവകലാശാലയുടെയും കാശ്മീർ സർവകലാശാലയുടെയും വൈസ് ചാൻസലറായും പ്രവർത്തിച്ചിരുന്നു. താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻസ് താരാപൂർ മഹാരാഷ്ട്ര, നറോറ ഉത്തർപ്രദേശ്, കൽപ്പാക്കം കർണാടകം, കൈഗ കർണാടകം. ആൻസർ ഓപ്ഷൻ സി കൽപ്പാക്കം കർണാടകം. ഇന്ദിരാഗാന്ധി അറ്റോമിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കൽപ്പാക്കം, തമിഴ്നാട്. കൽപ്പാക്കം ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം യുറേനിയം 235. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം മില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത്? ഓപ്ഷൻസ് ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, മഹാരാഷ്ട്ര. ആൻസർ ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ.
ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം പശ്ചിമ ബംഗാളിലാണ്. റാണിഗഞ്ച്, അസൻസോൾ എന്നീ കൽക്കരി ഖനികൾ പശ്ചിമ ബംഗാളിലാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി. ഓപ്ഷൻ ചൗ മൗ ജിയാങ്സു, ചൗ എൻ ലായി, ഹു ജിൻഡോ. ആൻസർ ഓപ്ഷൻ സി ചൗ എൻ ലായി. പഞ്ചശീല തത്വങ്ങളുടെ ഉപജ്ഞാതാവ് ജവഹർലാൽ നെഹ്റു. 1954 ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായും തമ്മിലാണ് പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്. ചൈനയിലെ പെക്കിങ്ങിൽ വെച്ചാണ് പഞ്ചശീല കരാർ ഒപ്പുവെച്ചത്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻസ് നബാർഡ്, SBI, റിസർവ് ബാങ്ക്, യൂണിയൻ ബാങ്ക്. ആൻസർ ഓപ്ഷൻ സി റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. വായ്പകളുടെ നിയന്ത്രകൻ, അതുപോലെ വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവ. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പന. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം. ഓപ്ഷൻസ് 2005, 2006, 2008, 2003. ആൻസർ ഓപ്ഷൻ എ 2005. ദേശീയ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത് 2006 ഫെബ്രുവരി 2. 2006 ഫെബ്രുവരി 2 ആന്ധ്രാപ്രദേശിലെ ആനന്ദ്പൂർ ജില്ലയിലെ ബണ്ടിലപ്പള്ളി ഗ്രാമത്തിൽ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ. ഓപ്ഷൻ രംഗനാഥ് മിശ്ര, YV ചന്ദ്രചൂഡ്, KG ബാലകൃഷ്ണൻ, JS വർമ്മ. ആൻസർ ഓപ്ഷൻ എ രംഗനാഥ് മിശ്ര. 1993 സെപ്റ്റംബർ 28 നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 ഒക്ടോബർ 12 നിലവിൽ വന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകാനുള്ള യോഗ്യത റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഭരണഘടനയുടെ ഏതു അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? 21-ാം അനുച്ഛേദം, 16-ാം അനുച്ഛേദം, 24-ാം അനുച്ഛേദം, 23-ാം അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ സി 24-ാം അനുച്ഛേദം. ബാലവേല നിരോധന നിയമം പാസാക്കിയ വർഷം 1986. ഗുരുപാദസ്വാമി കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ബാലവേല നിരോധന നിയമം നിലവിൽ വന്നത്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നത്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ് മാർക്ക്.